വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് ചിരട്ട വെച്ചിട്ടുള്ളൊരു ബോട്ടിലാട്ടാണ് ചെയ്യുന്നത്. അതിന് നമുക്ക് ചിരട്ട വേണം. നമുക്ക് ഒരു 2-3 ചിരട്ട വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്ത് അതിന് മേളിൽ ചകിരി പോലത്തെയൊക്കെ സ്ക്രബ്ബർ ഇട്ട് കഴുകിയിട്ട് ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് ചെറിയ ചിരട്ടയുടെ പീസസ് ആയിരിക്കും കുപ്പിക്ക് ഭംഗി. അതുകൊണ്ട് നമുക്ക് ചിരട്ട വേണം. പിന്നെ നമുക്ക് ആവശ്യമുള്ളൊരു കുപ്പി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെ ഞാൻ കുപ്പി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കളേഴ്സ് വേണം. നമ്മളിതിന് ഫിനിഷിങ് കൊടുക്കുന്നത് മെറ്റാലിക് പെയിൻറ്റ്സ് വെച്ചിട്ടാണ്. ഫെവിക്രിലിൻ്റെ മെറ്റാലിക് പെയിൻറ്റ്, അത് ഗോൾഡ് ഉണ്ട്, ബ്രോൺസ് ഉണ്ട്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. പിന്നെ ബോട്ടിലിന് കൊടുക്കാനായിട്ട് ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻറ്റ്. നമ്മൾ പെയിൻറ്റ് അപ്ലൈ ചെയ്യുന്നത് സ്പോഞ്ച് വെച്ചിട്ടാണ്. സ്പോഞ്ച് വെച്ചാണ് നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് അടിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് ഫൈനലായിട്ട് നമ്മൾ വാർണിഷ് അടിക്കുന്നുണ്ട്, നമ്മളൊരു ഗ്ലേസിങ്ങിന് വേണ്ടിയിട്ട്. നമ്മുടെ ഓപ്ഷണലാണ് കേട്ടോ. പിന്നെ നമുക്ക് ഫെവിക്കോള്, ഫെവി ബോണ്ട്, പശ വേണം, ചിരട്ട ഒട്ടിക്കാൻ, ടിഷ്യൂ ഒട്ടിക്കാനായിട്ട് നമ്മൾ വെള്ളത്തിൽ കലക്കിയ ഫെവിക്കോളിൻ്റെ സൊല്യൂഷൻ വേണം, ബ്രഷസ് വേണം. അപ്പോൾ നമ്മൾ സാധനങ്ങളെല്ലാം ഇനി നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് നമ്മുടെ ബോട്ടിലെടുത്തു, നമ്മുടെ സൊല്യൂഷൻ അതിനകത്ത് നന്നായിട്ട് തേച്ച് കൊടുക്കണം. ഈ സൊല്യൂഷൻ നമ്മൾ 1:1 എന്നുള്ള റേഷ്യോയിലാണ് നമ്മൾ ഫെവിക്കോളും വാട്ടറും കൂടെ മിക്സ് ചെയ്യുന്നത്. എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്കത് നന്നായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ടിഷ്യൂ ഒട്ടാൻ എളുപ്പമൊക്കെ ആ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും. അങ്ങനെ നമുക്ക് ഫുള്ളും അതിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ടിഷ്യൂ വെച്ചിട്ട് നമ്മുടെ ബോട്ടിലൊന്ന് നന്നായിട്ട് റാപ്പ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് പതിച്ച് വേണം എടുക്കാനായിട്ട്, നന്നായിട്ട് സ്റ്റിക്ക് ചെയ്യുന്ന രീതിയിൽ. നമ്മളിതുപോലെ നമുക്ക് വേണ്ട ഭാഗങ്ങളെല്ലാം ടിഷ്യൂ വെച്ച് കവർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫെവിക്കോളിൻ്റെ ആ മിശ്രിതം നമുക്കിതിന് മേളിലോട്ട് നന്നായിട്ട് തേച്ച് കൊടുക്കണം. അതവിടെ അന്നേരം ഫിക്സ് ആയിക്കോളും. ഓക്കെ, നമ്മളിപ്പം റാപ്പ് ചെയ്ത് വെച്ചിരുന്ന ടിഷ്യൂ ഉണങ്ങാനായിട്ട് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഇത് നമുക്ക് നന്നായിട്ട് ഡ്രൈ ചെയ്തിട്ട് വേണം അടുത്ത പ്രോസസ്സിലോട്ട് പോകാനായിട്ട്. ഓക്കെ, ഇനി നമുക്ക് ഡ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഇതിന് മേലെ നമ്മുടെ അക്രിലിക് പെയിൻറ്റ് ഫുള്ള് കോട്ട് ചെയ്ത് കൊടുക്കണം. നമുക്കങ്ങനെ സ്പഞ്ച് വെച്ചിട്ട് നമ്മുടെ ഫുള്ള് കവർ ചെയ്ത് കൊടുക്കാം. ഗ്യാപ്പ് ഫുള്ള് ഫില്ല് ചെയ്തിട്ട് വേണം നമുക്ക് ബ്ലാക്ക് അടിച്ചു കൊടുക്കാനായിട്ട്. നന്നായിട്ട് അങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം. നമ്മൾ ബ്ലാക്ക് പെയിൻറ്റ് ഇപ്പോൾ ഫുള്ള് കുപ്പിയുടെ മേലെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിരട്ടയുടെ പീസ് ഓരോന്നെടുത്ത് നമുക്കതിലോട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ ആദ്യമേ ഫെവി ബോണ്ട് ഒന്ന് തേച്ച് കൊടുത്തിട്ട് അത് ജസ്റ്റ് പെറുക്കി വെക്കുക ചെയ്യുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് അത് ഫിക്സ് ആയിക്കോളും. അങ്ങനെ നമ്മൾ കുപ്പി ഫുള്ള് ചിരട്ടയുടെ പീസ് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മേലെ നമ്മുടെ ബ്ലാക്ക് പെയിൻ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ സ്പോഞ്ച് വെച്ചിട്ട് നമ്മുടെ ചിരട്ടയുടെ മേളിൽ ഫുള്ള് ബ്ലാക്ക് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ചെറിയ ഗ്യാപ്സ് ഉണ്ട്, അവിടെ ബ്രഷ് വെച്ചിട്ട് നമുക്കത് ഫുള്ള് ഫില്ല് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് ഫുള്ള് ബ്ലാക്ക് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന് മേളിൽ നമുക്ക് മെറ്റാലിക് കളേഴ്സ് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്നത് ഗോൾഡാണ്. ഗോൾഡ് വെച്ചിട്ട് നമുക്കതിന് മേലെ ഇനി അപ്ലൈ ചെയ്ത് കൊടുക്കാം.
അങ്ങനെ നമ്മൾ ഗോൾഡ് കളറ് ചിരട്ടയുടെ മേലെ കൊടുത്തു. ഇനി ചെറിയ ഗ്യാപ്സ് ഉണ്ട്, അവിടെ ബ്രഷ് ഒന്ന് നമ്മളൊന്ന് ഓടിച്ച് വിടണം. അപ്പോൾ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് ചുമ്മാ ഒന്ന് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്തത് തന്നെ ഒന്ന് അടിച്ചു കൊടുത്തിട്ടാൽ മതി. നമ്മൾ ആ ഗ്യാപ്പ് ഫുള്ള് ഫില്ല് ചെയ്തെടുക്കാം. നമ്മൾ മെറ്റാലിക് കളേഴ്സ് ഫുള്ള് വേണ്ട സ്ഥലത്തെല്ലാം പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിന് മേലെ ഒരു ജൂട്ട് ത്രെഡ്, ഇത് ജൂട്ട് ത്രെഡാണ്, അതൊരു സിംഗിൾ പീസ് നമുക്കൊരു സിംഗിളായിട്ട് ലെയറിൽ ഒരു ചെറിയൊരു ടാഗ് പോലെ കെട്ടിക്കൊടുക്കാം. അത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഒരു സിമ്പിൾ ടാഗ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ബോട്ടിൽ റെഡിയായി. ഇനി അതിൻ്റെ അകത്തെ പോർഷനിൽ കുറച്ച് വൈറ്റ് ഏരിയ ഉണ്ട്, അതും കൂടെ നമുക്ക് ബ്ലാക്ക് വെച്ചിട്ട് വൃത്തിയായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്നാലേ ഉള്ളൂ നമുക്ക് ആ ഒരു ഫൈനൽ ലുക്ക് നമ്മുടെ ബോട്ടിലിന് കിട്ടുള്ളൂ. സോ ഞാനത് ഫുള്ള് നന്നായിട്ട് ബ്ലാക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അങ്ങനെ നമ്മുടെ ബോട്ടിലിൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് നമ്മൾ ബ്ലാക്ക് ഫില്ല് ചെയ്ത് കൊടുത്തു, നമ്മൾ മെറ്റാലിക് കളേഴ്സ് കൊടുത്തു, ഒരു ടൈ, ഒരു ലുക്കിന് നമ്മളൊരു ടൈയും കൊടുത്തു. നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഒരു ചെടി വെക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ ഇട്ട് വയ്ക്കാനോ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലെ തന്നെ ചെയ്തൊരു ബോട്ടിലാണിത്. ഇത് ഞാൻ കൊടുത്തിരിക്കുന്ന ബ്രോൺസാണ്. അതുപോലെ ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ച് റാപ്പ് ചെയ്യാതെ പ്ലെയിൻ കുപ്പി തന്നെ ചിരട്ട വെച്ചതാണ്. വാർണിഷും ചെയ്തിട്ടുണ്ട്. ഈ കുപ്പിയിൽ ഞാൻ വാർണിഷ് ചെയ്തിട്ടില്ല. രണ്ട് ഡിഫറൻസാണ്, രണ്ട് ലുക്കാണ്. ഇതൊരു റഫ് ഫീലിങ്ങും മറ്റൊരു നല്ലൊരു ഗ്ലോസി ഫീലിങ്ങുമാണ് തരുന്നത്. ഇതാണ് നമ്മൾ ഗ്ലോസി ഫീലിംഗ് ഉള്ളത്. ഇതിനകത്ത് വാർണിഷ് കൊടുത്തിട്ടുള്ളതുകൊണ്ട് നല്ല ഷൈനിങ് ആയിട്ട് നിൽപ്പുണ്ട്. രണ്ട് ബോട്ടിലും നല്ല ക്ലാസിക് ലുക്കാണ്. നമ്മുടെ ഷോക്കേഴ്സിലൊക്കെ പീസസ് വെക്കുകയാണെങ്കിൽ വളരെ ക്ലാസ് ആയിരിക്കും. നല്ല യുണീക്കായിട്ടുള്ള പീസസാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തത് ഒരു പുതിയ ഐറ്റമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ബൈ ബൈ, see you next time with a new video.